ഹലോ കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ മാത്സിന്റെ 4ാം ചാപ്റ്ററായ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ്, ഗുണന സമവാക്യങ്ങൾ, അതിലെ 3ാമത്തെ ടോപ്പിക്കായ ക്രിയാകൗതുകങ്ങൾ, നമ്പർ ക്യൂരിയോസിറ്റീസ്. അതിലെ 3 പ്രവർത്തനങ്ങളാണുള്ളത്. അതിലെ 1ാമത്തെ പ്രവർത്തനമാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിലെ പ്രവർത്തനം നമുക്ക് ഈ രീതിയിൽ വിശദീകരിക്കാം. രണ്ട് രണ്ടക്ക സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ അക്കങ്ങൾ തിരിച്ചിട്ട് കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലവും തുല്യമാകുന്നത് എപ്പോഴാണ്? ഈ ആക്ടിവിറ്റിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് when is the product of two digit numbers equal to the product of the numbers obtained by reversing their digits. അപ്പോൾ രണ്ടക്ക സംഖ്യകളുടെ ഗുണനഫലം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 12, 42 ഈ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം എടുക്കുക. ഓക്കെ, ഇതിൻ്റെ ഗുണനഫലം 42 ഇൻറ്റു 12, 12 ഇൻറ്റു 2 24, 2 12 4 48 2 50 504. ഇനി ഈ സംഖ്യകളുടെ അക്കങ്ങൾ തിരിച്ചിട്ടാൽ കിട്ടുന്ന പുതിയ സംഖ്യകളുടെ ഗുണനഫലം, the product of numbers obtained by reversing their digits. അപ്പൊ നമുക്ക് 21 ഇൻറ്റു 24 അതെത്രയാണ് നോക്കൂ. 4 2 2 ഇൻറ്റു 4 8 2 ഇൻറ്റു 2 4 4 8 2 10 504. അപ്പൊ ഇവിടെ രണ്ട് രണ്ടക്ക സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ അക്കങ്ങൾ തിരിച്ചിട്ട് കിട്ടുന്ന സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായി. ഇത് എല്ലാ രണ്ടക്ക സംഖ്യകൾക്കും പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ ഓൾ 2 digit numbers. എപ്പോഴൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്? ഓക്കെ, when it happens, അത് നമുക്ക് മനസ്സിലാക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് എന്താണ് വരിക എന്ന് നോക്കാം. അപ്പോ കൂട്ടുകാരെ, നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. ഏത് രണ്ടക്ക സംഖ്യയെയും നമുക്ക് 10m പ്ലസ് n എന്ന രൂപത്തിൽ എഴുതാം. ഉദാഹരണം 12 എന്ന് പറയുന്നത് 10 ഇൻറ്റു 1 പ്ലസ് 2, 42-നെ 10 ഇൻറ്റു 4 പ്ലസ് 2 എന്ന് എഴുതാം. 21-നെ 10 ഇൻറ്റു 2 പ്ലസ് 1 എന്ന് എഴുതാം. അതേപോലെ 24-നെ 10 ഇൻറ്റു 2 പ്ലസ് 4 എന്ന് എഴുതാം. അതായത് ഏത് രണ്ടക്ക സംഖ്യയും എനി 2 digit numbers can be written in the form 10 into m plus n. ഓക്കെ, ഈ പ്രവർത്തനത്തിൽ രണ്ട് സംഖ്യകളുടെ ഗുണനഫലം പ്രൊഡക്റ്റ് ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്പർ, ഒന്നാമത്തെ സംഖ്യ 10m പ്ലസ് n എന്നെടുക്കാം. രണ്ടാമത്തെ സംഖ്യ, സെക്കൻഡ് നമ്പർ, ഈസ് ഡിനോട്ടഡ് ബൈ 10 into p plus q. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ,
നമ്പേഴ്സ് 12ഉം 63. അപ്പോൾ ഇവയുടെ ഗുണനഫലം പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ 12 ഇൻറ്റു 63, അത് 756 ആണ്. നോക്കാം. 63 ഇൻറ്റു 12, 12 ഇൻറ്റു 3 36, 3, 12 6 72, 72 3 75. ഇനി അക്കങ്ങൾ തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യകൾ 21 36. അവയുടെ ഗുണനഫലം 36 ഇൻറ്റു 21. അപ്പോൾ 1 ഇൻറ്റു 6 6, 1 ഇൻറ്റു 3 3. അടുത്ത ലൈനിൽ ആദ്യം ഒരു 0 ഇട്ടു. 6 2 12, ബാക്കി 1, 3 2 6, 6 1 7, 6 0 6, 3 2 5, 7, 756. ഓക്കെ. ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം. ആദ്യ ജോഡിയിലെ 10ാം സ്ഥാനത്തുള്ള അക്കങ്ങൾ 1ഉം 6ഉം ഒന്ന് ഗുണിച്ചു നോക്കൂ. 1 ഇൻറ്റു 6 6. 1ാം സ്ഥാനത്തുള്ള അക്കങ്ങൾ ഗുണിച്ചു നോക്കൂ. 2 ഇൻറ്റു 3 6. അതേപോലെ തന്നെയാണ് നമ്മുടെ റിവേഴ്സ് ചെയ്ത നമ്പറിലെയും. റിവേഴ്സ് നമ്പറിൽ നമുക്ക് 10th പ്ലേസ് ഡിജിറ്റ്സ് നോക്കാം. 2 ഇൻറ്റു 3 6. അത് ഒറിജിനൽ നമ്പേഴ്സിന്റെ യൂണിറ്റ് പ്ലേസ് ആണ്. അതേപോലെ 1 ഇൻറ്റു 6, 1 ഇൻറ്റു 6 6 ആണ്. അത് ഒറിജിനൽ നമ്പേഴ്സിന്റെ 10th പ്ലേസസ് ആണ്. അപ്പൊ രണ്ടിലും നമുക്ക് എന്താണ്, 10ലെ സ്ഥാനങ്ങൾ ഗുണിച്ചാലുള്ള തുക ഒറ്റയുടെ സ്ഥാനങ്ങൾ ഗുണിച്ചതിന് തുല്യമാണ്. ഇതിലും അതെ. 2 ഇൻറ്റു 3 സമം 1 ഇൻറ്റു 6. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ഉദാഹരണം നോക്കിയാലോ. 32 46. അപ്പോൾ ഇവയുടെ ഗുണനഫലം 32 ഇൻറ്റു 46. നമുക്ക് ചെയ്ത് തന്നെ നോക്കാം. 46 ഇൻറ്റു 32, 6 2 12, ബാക്കി 1, 4 2 8, 8 1 9. അടുത്ത ലൈനിൽ ആദ്യം ഒരു 0 ഇടാം. 6 3 18, 1, 4 3 12, 1 13. അപ്പോ 2 9 8 17 4 1 1472. ഇനി ഈ സംഖ്യകളുടെ അക്കങ്ങളെ തിരിച്ചിട്ട് നോക്കിയാലോ. റിവേഴ്സ് ദ ഡിജിറ്റ്സ് ഇൻ ദ നമ്പേഴ്സ്. 23 64. അതിനെ ഗുണിച്ചു നോക്കിയാലോ. ഇവിടെ ഗുണിക്കാം. 64 ഇൻറ്റു 23, 4 3 12, ബാക്കി 1, 6 3 18, 18 1 19. അടുത്ത ലൈനിൽ ഒരു 0 ഇട്ടു. 4 2 8, 6 2 12, 2 9 8 17, 3 1 4, 1472. ഇനി 10ാം സ്ഥാനത്തുള്ള അക്കങ്ങൾ ഗുണിക്കൂ. 3 ഇൻറ്റു 4 12. 1ാം സ്ഥാനത്തുള്ള അക്കങ്ങളെ ഗുണിക്കൂ. 2 ഇൻറ്റു 6 12. മറ്റേ സംഖ്യ നോക്കൂ. അതിലും അങ്ങനെ തന്നെയാണ്. 2 ഇൻറ്റു 6 10th പ്ലേസ് ഡിജിറ്റ്സ്. അതിന്റെ പ്രൊഡക്റ്റ് 2 ഇൻറ്റു 6 12. ഇവിടെ 3 ഇൻറ്റു 4 യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ്സ് 12. രണ്ടും ഈക്വൽ ആണ്. ഇനി മൂന്നാമതൊരു എക്സാമ്പിൾ നോക്കാം. 13 62. അപ്പോൾ 13 ഇൻറ്റു 62 806 ആണ്. 62 ഇൻറ്റു 13, 13 ഇൻറ്റു 2 26, 2, 13 6 78, 78 2 80, 806. ഇനി ഇവയെ റിവേഴ്സ് ചെയ്താൽ കിട്ടുന്ന നമ്പേഴ്സ്, അക്കങ്ങൾ തിരിച്ചിട്ടാൽ കിട്ടുന്ന സംഖ്യകൾ 31 26.
അപ്പം നമുക്ക് ഇവിടെ എഴുതാം 31 ഇൻറ്റു 26. അപ്പോൾ 6, 6 3 18. നെക്സ്റ്റ് ലൈനിൽ 0 ഇടുക. 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 3 6. ഇനി ആഡ് ചെയ്യുന്ന സമയത്ത് 6, 8 2 10, 7 3 8, 806 കറക്റ്റാണ്. ഇനി നമുക്ക് 10ാം സ്ഥാനത്തുള്ള അക്കങ്ങൾ ഗുണിക്കുമ്പോൾ 3 ഇൻറ്റു 2, സോറി, ഒറിജിനൽ നമ്പേഴ്സിൻ്റെതാവുമ്പോൾ യഥാർത്ഥ സംഖ്യകളുടേത് 1 ഇൻറ്റു 6 ആണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 6. പിന്നെ 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 6 6. ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ ഗുണിക്കുമ്പോൾ 3 ഇൻറ്റു 2 6. ഇനി ഇതിനെ നമുക്ക് റിവേഴ്സ് ചെയ്താൽ ഇങ്ങനെയാണല്ലോ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 3 ഇൻറ്റു 2 6, അതേപോലെ 1 ഇൻറ്റു 6 6. ഓക്കെ. ഇനി ഒരു ഉദാഹരണം കൂടി നോക്കിയാലോ. യഥാർത്ഥ സംഖ്യകൾ 24 63. അപ്പോൾ അതിനെ ഗുണിച്ചാൽ 63 ഇൻറ്റു 24 ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 4 3 12, 1 6 4 24 1 25, 3 2 6, 6 2 12. കൂട്ടുന്ന സമയത്ത് 2 0 2, 6 5 11 1, 3 2 5 1, 1512. ഇനി അക്കങ്ങൾ തിരിച്ചിട്ടാൽ കിട്ടുന്ന പുതിയ സംഖ്യകൾ 42 36. ഇതിനെ ഗുണിച്ചാൽ എന്ത് കിട്ടും? 42 ഇൻറ്റു 36. 6 2 12 1, 6 4 24 1 25. അടുത്ത ലൈനിൽ ഇവിടെ 0 ഇടാം. 3 2 6, 4 3 12, 2 0 2, 6 5 11, 3 2 5 1, 1512. ഇനി യഥാർത്ഥ സംഖ്യകളുടെ 10ാം സ്ഥാനത്തുള്ള സംഖ്യകളുടെ ഗുണനം 2 ഇൻറ്റു 6 12. 1ാം സ്ഥാനത്തെ അക്കങ്ങളുടെ ഗുണനം 3 ഇൻറ്റു 2 4 ഇൻറ്റു 3 12. ഇവിടെ നോക്കൂ, 10th place ഡിജിറ്റ്സ് 4 ഇൻറ്റു 3 12. അത് ഒറിജിനൽ നമ്പേഴ്സിൻ്റെ യൂണിറ്റ് പ്ലേസ് ആണ്. ഇനി ഇവിടുത്തെ യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ്സിൻ്റെ പ്രൊഡക്റ്റ് എത്രയാണ്? 2 ഇൻറ്റു 3, സോറി 2 ഇൻറ്റു 6, 2 ഇൻറ്റു 6, 2 ഇൻറ്റു 6 12. ഓക്കെ. അപ്പോൾ ഈ എക്സാമ്പിളുകളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലായ കാര്യം എന്താണ്? 10ാം സ്ഥാനത്തെ അക്കത്തെ 10ാം സ്ഥാനത്തെ അക്കം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരം 1ാം സ്ഥാനത്തെ അക്കത്തെ 1ാം സ്ഥാനത്തെ അക്കം കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ഉത്തരത്തിന് തുല്യമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്ന സംഖ്യകൾ നോക്കൂ. ഒന്നാമത്തെ സംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 10m + n ആണ്. അതായത് ആദ്യ സംഖ്യയുടെ 10ാം സ്ഥാനം എമ്മും 1ാം സ്ഥാനം എന്നുമാണ്. ഇൻ സെക്കൻഡ് നമ്പർ 10th place 10ാം സ്ഥാനം പിയും യൂണിറ്റ് പ്ലേസ് വൺസ് പ്ലേസ് 1ാം സ്ഥാനം ക്യൂ ആണ് അവിടുത്തെ ഉള്ള അക്കം. അപ്പോൾ എമ്മിനെ പി കൊണ്ട് ഗുണിച്ചാൽ അത് n ഇൻറ്റു ക്യൂവിന് ഈക്വൽ ആയിരിക്കണം. ഇങ്ങനെ ആവുകയാണെങ്കിൽ രണ്ട് സംഖ്യകളുടെ
പ്രൊഡക്റ്റ് ഗുണനഫലം ഈക്വൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് റിവേഴ്സ് നമ്പേഴ്സ്, അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യകളുടെ ഗുണനഫലം. അപ്പോൾ ഈ എല്ലാ ഉദാഹരണങ്ങളിലും m ഇൻറ്റു പി സമം n ഇൻറ്റു ക്യൂ ആണെന്ന് ശ്രദ്ധിക്കുക. നോട്ടീസ് ദാറ്റ് mp ഈക്വൽ ടു nq ഇൻ ഓൾ ദീസ് നമ്പേഴ്സ്. ഓക്കെ, അതായത് 10m പ്ലസ് n എന്ന സംഖ്യയെ 10p പ്ലസ് q എന്ന സംഖ്യ കൊണ്ട് ഗുണിച്ച ഗുണനഫലം ഇവയുടെ അക്കങ്ങൾ തിരിച്ചതിന് തുല്യമാവണമെങ്കിൽ m ഇൻറ്റു പി സമം nq ആയിരിക്കണം. ഇവിടെ നമ്മൾ 4 ഉദാഹരണങ്ങൾ സഹിതം ഇത് തെളിയിച്ചു. പക്ഷേ തെളിവെന്ന് പറയുമ്പോൾ അത് പൊതുവായിട്ടുള്ള തെളിവായിരിക്കണം. ജനറൽ പ്രൂഫ് വേണം. അപ്പോൾ ജനറൽ പ്രൂഫ് എന്ന് പറയുമ്പോൾ അത് ബീജഗണിത രീതിയാണ്, ആൾജിബ്രിക് രീതിയിൽ വേണം പ്രൂവ് ചെയ്യാൻ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് സംഖ്യകൾ 10m പ്ലസ് n 10p പ്ലസ് q ആണെന്ന് വിചാരിക്കുക. ലെറ്റ് ദ ടു നമ്പേഴ്സ് ബി 10m പ്ലസ് n ആൻഡ് 10p പ്ലസ് q. ഇനി അവയുടെ അക്കങ്ങൾ തിരിച്ചിടുമ്പോൾ കിട്ടുന്ന സംഖ്യകൾ, the numbers obtained by reversing their digits are 10n പ്ലസ് m, രണ്ടാമത്തേത് 10q പ്ലസ് p. ഓക്കെ, ഇനി ആദ്യത്തെ സംഖ്യകളുടെ ഗുണനഫലം, പ്രൊഡക്റ്റ് ഓഫ് ദ ഒറിജിനൽ നമ്പേഴ്സ്, 10m പ്ലസ് n ഇൻറ്റു 10p പ്ലസ് q. അതെന്ന് പറയുമ്പോൾ 10mനെ 10p കൊണ്ട് ഗുണിക്കുന്നു, 10m ഇൻറ്റു q, n ഇൻറ്റു 10p പ്ലസ് n ഇൻറ്റു q. ഓക്കെ, 10 ഇൻറ്റു m ഇൻറ്റു 10 ഇൻറ്റു p, 10 ഇൻറ്റു 10 100 ഇൻറ്റു m ഇൻറ്റു p, അത് ഷോർട്ട് ചെയ്ത് എഴുതുമ്പോൾ 100mp. 10m ഇൻറ്റു q 10mq, n ഇൻറ്റു 10 ഇൻറ്റു p 10np എന്നെഴുതാം. n ഇൻറ്റു q ഷോർട്ടായിട്ട് എഴുതുമ്പോൾ nq. ഇനി അക്കങ്ങൾ തിരിച്ചിട്ട സംഖ്യകളുടെ ഗുണനഫലം, പ്രൊഡക്റ്റ് ഓഫ് റിവേഴ്സ് നമ്പേഴ്സ്, 10n പ്ലസ് m ഇൻറ്റു 10q പ്ലസ് p എന്ന് പറയുമ്പോൾ 10n ഇൻറ്റു 10q പ്ലസ് 10n ഇൻറ്റു p പ്ലസ് m ഇൻറ്റു 10p പ്ലസ് m ഇൻറ്റു p. 10 ഇൻറ്റു 10 100 ഇൻറ്റു nq പ്ലസ് 10np പ്ലസ് m ഇൻറ്റു 10 ഇൻറ്റു q 10mq പ്ലസ് m ഇൻറ്റു p mp. ഇനി ഈ രണ്ട് ഗുണനഫലങ്ങളും തുല്യമാകണമെങ്കിൽ ഇവയെ എങ്ങനെ എഴുതാം? രണ്ട് ഗുണനഫലങ്ങളും തുല്യമാകണമെങ്കിൽ
for both products to be equal, 100 mp plus 10 mq plus 10 np plus nq സമം 100 nq plus 10 np plus 10 mq plus mp. ഇവിടെ ഇടതുവശത്ത് 10 mq ഉണ്ട്, വലതുവശത്തും 10 mq ഉണ്ട്. ഇതിനെ നമ്മൾ ഇടത്തോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ -10 mq ആവും. അപ്പോൾ അവര് ക്യാൻസലായി പോവും. അതേപോലെ ഇവിടെ നമുക്ക് +10 np ഉണ്ട്, ഇവിടെ നമുക്ക് +10 np ഉണ്ട്. ഇത് ഇങ്ങോട്ട് വന്നാൽ -10 np ആവും. അപ്പോൾ അവര് ക്യാൻസലായി പോവും. അപ്പൊ ഇനി ബാക്കി എന്തുണ്ട്? 100 mp plus nq സമം 100 nq plus mp. ഇനി ഈ പ്ലസ് എം പിയെ ഇടതുവശത്തേക്കും പ്ലസ് എൻ ക്യൂവിനെ വലതുവശത്തേക്കും കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കും? അത് 100 mp മൈനസ് എം പി സമം 100 nq മൈനസ് nq. 100 mp മൈനസ് എം പി അതെന്തായിരിക്കും? 99 mp സമം 100 മൈനസ് 1 99 nq. അപ്പൊ ഇവിടെ 99ഉം 99ഉം ക്യാൻസൽ ആവും. അപ്പൊ ബാക്കി m ഇൻറ്റു പി സമം n ഇൻറ്റു ക്യൂ. ഓക്കെ. അപ്പോൾ രണ്ട് സംഖ്യകളുടെയും 10ാം സ്ഥാനത്തുള്ള അക്കങ്ങൾ ഗുണിച്ചത് രണ്ട് സംഖ്യകളുടെയും ഒറ്റയുടെ സ്ഥാനത്തെ അക്കങ്ങൾ ഗുണിച്ചതിന് തുല്യമാണ്. പത്തിന്റെ സ്ഥാനങ്ങളുടെ അക്കങ്ങളുടെ ഗുണനഫലം സമം ഒറ്റയുടെ സ്ഥാനങ്ങളിലെ അക്കങ്ങളുടെ ഗുണനഫലം. പ്രൊഡക്റ്റ് ഓഫ് ടെൻസ് ഡിജിറ്റ്സ് ഈക്വൽ ടു പ്രൊഡക്റ്റ് ഓഫ് വൺസ് ഡിജിറ്റ്സ് അല്ലെങ്കിൽ യൂണിറ്റ് ഡിജിറ്റ്സ്. അങ്ങനെയാണെങ്കിൽ സംഖ്യകളുടെ ഗുണനഫലവും അവയുടെ അക്കങ്ങൾ തിരിച്ചെഴുതിയ സംഖ്യകളുടെ ഗുണനഫലവും തുല്യമായിരിക്കും. Product of numbers equal to the product of reversed numbers. Okay. ഇതാണ് ഒന്നാമത്തെ പ്രവർത്തനം. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും ബൈ.